ആ വിവേകും അഭേട്ടനും വന്നിരുന്നു. അവരൊന്ന് പുറത്തേക്ക് പോയതാ. ആകാശേട്ടന് ഒരു വിവരമില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയേ. ആകാശേട്ടൻ മാത്രമല്ല കലയമ്മയും വരണ്ടേ? അതെന്താ ആരും ഓർക്കാത്തെ? കലയമ്മ സമയത്ത് എത്തിക്കോളും. പക്ഷേ നിന്റെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ടാ ഞാൻ ആകാശേട്ടന്റെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും വന്നില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ പാർട്ടിയിലെ ചീഫ് ഗസ്റ്റ് കലയമ്മ തന്നെയല്ലേ? അതെ, ആ ചീഫ് ഗസ്റ്റിനെ ഞാനും കാത്തിരിക്കുന്നത്. സിസിലിയെടുത്ത് എന്തിനാ കലയമ്മയെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അല്ല, നിങ്ങള് പഞ്ചരത്നങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം അമ്മ കലാവതി മാഡത്തിനോട് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും. അതെ, കലാവതി മാഡം ആണ് ജീവിതത്തിൽ എന്റെ റോൾ മോഡൽ. ഓ, കലാവതി വന്നു എന്ന് തോന്നുന്നു. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം. മാഡത്തിന് 100 ആയുസ. മാഡത്തിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റ് മാഡം അല്ലേ? അതിന് അല്ല, എന്റെ നെക്ലേസിന്റെ കാര്യത്തിന് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റിന്റെ മാനം ഞാൻ കപ്പൽ കയറ്റും. നാട്ടുകാരെ പറ്റിക്കുന്നത് പോലെ എനിക്ക് മുക്കുകൊണ്ടെന്ന് പറ്റിച്ചു. സിസിലി, ഞാൻ നിനക്ക് തന്ന നെക്ലസേ സ്വർണം തന്നെയാ. എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി നീ വലിയ കഥയൊന്നും ഇറക്കല്ലേ. പിന്നെ സ്വർണം വാഴക്കയാണ്. മര്യാദക്ക് എനിക്കൊരു സ്വർണ്ണ നെക്ലേസ് വാങ്ങി തന്നില്ലെങ്കിൽ മാഡത്തിന്റെ ആ പഴയ ഓഡിയോ ക്ലിപ്പേ ഞാൻ റിലീസ് ചെയ്യും. നീ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഓഡിയോ ക്ലിപ്പേ എന്നെ ഒന്ന് കേൾപ്പിച്ചേ. ഇപ്പൊ കേൾപ്പിച്ചരാം. വയറ് നിറച്ചു കേട്ടോ. കർത്താവേ, ഇതെവിടെ പോയി? കാക്ക കൊണ്ടുപോയി. അന്നൊരു ദിവസം ഡ്രൈവറെ വിളിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ നിന്റെ ഫോൺ വാങ്ങിയത് ഓർമ്മയുണ്ടോ? എന്റെ മൊബൈലിൽ ചാർജ് തീർന്നു. ഡ്രൈവറെ വിളിക്കാൻ ആ മൊബൈലൊന്നും താ. ഇത് ലോക്കാണല്ലോ. അതെ, സ്ട്രോങ് ആയി ലോക്ക് ചെയ്തിരിക്കുക. അത്രയും രഹസ്യങ്ങളല്ലേ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സ്ട്രോങ് പാസ്വേഡ് നീ ഒന്ന് പറഞ്ഞേ. 1 2 3 4. അന്ന് ഞാൻ നിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ചന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ചതിയാ നിങ്ങൾ ചെയ്തത്, കൊടും ചതി. ആ ഓഡിയോ ക്ലിപ്പിന്റെ പേരും പറഞ്ഞ് ഇനി നീ എന്നെ ഭീഷണിപ്പെടുത്തണ്ട. നിനക്ക് റിലീസ് ചെയ്യാനേ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇല്ല. മാഡം ഇത്രയും ദുഷ്ടയും ചതിയത്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓഡിയോ ക്ലിപ്പ് ഇല്ലെങ്കിലും എനിക്ക് എന്റെ നെക്ലേസ് കിട്ടിയേ പറ്റൂ. തൽക്കാലത്തേക്ക് ഈ കഴുത്തു കിടക്കുന്ന മാലെങ്കിലും ഉരുത്താ. അയ്യടാ, കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ്. നീയേ ചന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പ് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തവളാ. നിനക്ക് 10 പൈസയുടെ ഉപകാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്യ. കലയമ്മയുടെ തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവരും. നീ കലയമ്മയല്ലടി, കള്ളിയമ്മയാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.